5ാം ക്ലാസ്സിൽ 2022 നടന്ന പാദവാർഷിക പരീക്ഷ അക്കീദയുടെ ചോദ്യപേപ്പറാണിത്. മാർക്ക് 50. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1. യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ സ്വർഗം നൽകും, ഏകദൈവ വിശ്വാസം, ലഉൽമുൻ അലീം, ഏകനാണ്, യസ്ബഹൂന, ശിക്ഷ നൽകും. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ ഡാഷ്. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും. അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും. 2. തൗഹീദ് ഡാഷ്. തൗഹീദ് ഏകദൈവ വിശ്വാസം. തൗഹീദ് ഏകദൈവ വിശ്വാസം. തൗഹീദും ഷിർക്കും രണ്ടാമത്തെ പാഠത്തിലെ. തൗഹീദ് ഏകദൈവ വിശ്വാസം, ഷിർക്ക് ബഹുദൈവ വിശ്വാസം. 3. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ഡാഷ്. ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും ശിക്ഷ നൽകും. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും. 4. വകുല്ലുൻ ഫീ ഫലക്കിൻ ഡാഷ്. 4. വകുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ. അതിൻ്റെ അർത്ഥം എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. സൂറത്ത് യാസീനിലെ വകുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. അർത്ഥം കൂടെ പഠിച്ചു വെക്കാം. 5. ഇന്ന ഷിർക ഡാഷ്. ഇന്ന ഷിർക ലഉൽമുൻ അലീം. രണ്ടാമത്തെ പാഠത്തിൽ നിന്നാണ്. ഇന്ന ഷിർക ലഉൽമുൻ അലീം. അതിൻ്റെ അർത്ഥം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. അർത്ഥം കൂടെ പഠിച്ചു വെക്കാം. 6. അള്ളാഹു ദാത്തിലും സിഫത്തിലും അഫ്ആലിലും ഡാഷ്. അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. അള്ളാഹു തആല ദാത്തിലും സത്തയിലും സിഫാത്തിലും വിശേഷണങ്ങളിലും അഫ്ആലിലും പ്രവർത്തനങ്ങളിലും ഏകനാണ്. 2. വ്യക്തമാക്കാം. രണ്ടാമത്തെ ചോദ്യം വ്യക്തമാക്കാം. 1. അംബിയ മുർസലുകൾ. അംബിയ മുർസലുകൾ. അതിൻ്റെ ഉത്തരം, അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. അതിൻ്റെ ഉത്തരം, അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. 3ാമത്തെ പാഠത്തിൽ നിന്നാണത്. രണ്ടാമത്തെ ചോദ്യം ഷിർക്ക്. ഷിർക്ക്. അതിൻ്റെ ഉത്തരം, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. 3. ഇബാദത്ത്. ഇബാദത്ത്. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. 3. പൂർത്തിയാക്കാം. അതിൽ ഒന്നാമത്തെ, നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മോജിസത്ത്. നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മോജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ഇവിടെ എഴുതേണ്ടത് പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ. 2. പ്രവാചകന്മാരുടെ മോജിസത്തുകൾ മരണാനന്തരം ഡാഷ്. പ്രവാചകന്മാരുടെ മോജിസത്തുകൾ മരണാനന്തരം നിലനിൽക്കും. പ്രവാചകന്മാരുടെ മോജിസത്തുകൾ മരണാനന്തരം നിലനിൽക്കുന്നതാണ്. അടുത്ത ചോദ്യം, അതിഗുരുതരമായ അതിക്രമമാണ് ഡാഷ്. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഷിർക്കിൻ്റെ അർത്ഥം ബഹുദൈവ വിശ്വാസം. 4. അംബിയ, ഔലിയ, ശുഹദ തുടങ്ങിയവർ സച്ചരിതരും ഡാഷ്. അംബിയ, ഔലിയ, ശുഹദ തുടങ്ങിയവർ സച്ചരിതരും സദ്വൃത്തരുമാണ്. സച്ചരിതരും സദ്വൃത്തരുമാണ്. അടുത്ത ചോദ്യം, മോജിസത്തുകൾ വേർതിരിക്കാം. മോജിസത്തുകൾ വേർതിരിക്കാം. ബ്രാക്കറ്റിലെ അൽ ഇസ്രാ വൽ മിയറാജ്, വടിസർപ്പം, ചന്ദ്രൻ പിളർന്ന സംഭവം.
3 മോജിസത്താണ്. ഇസ്രാ വൽ മിഅ്റാജ്, വടി, സർപ്പം, ചന്ദ്രൻ പിളർന്ന സംഭവം. ഒന്നാമത്തെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മോജിസത്തുകൾ ഏതൊക്കെയാണ്? അൽ ഇസ്രാഉ വൽ മിഅ്റാജ്. അൽ ഇസ്രാഉ വൽ മിഅ്റാജ്, ചന്ദ്രൻ പിളർന്ന സംഭവം. ചന്ദ്രൻ പിളർന്ന സംഭവം നബി തങ്ങളുടെ മോജിസത്തുകളാണ്. പിന്നെ ഏതൊക്കെയായിരുന്നു? ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബി തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ മുതലായവ നബി തങ്ങളോട് സംസാരിച്ചത് തുടങ്ങിയവ ചില മോജിസത്തുകളാണ്. നബി തങ്ങളുടെ മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ. ഇവിടെ എഴുതേണ്ടത് ഇസ്രാ വൽ മിഅ്റാജ്, ചന്ദ്രൻ പിളർന്ന സംഭവം. രണ്ടാമത്തെ മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാം, വടി, സർപ്പം. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മോജിസത്താണ്. കൈവശം ഒരു വടി ഉണ്ടായിരുന്നു. അത് താഴെ ഇട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറും. കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും. വടി, സർപ്പം. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു. അത് ഈസാ നബിയുടെ ഒരു മോജിസത്താണ്. അടുത്തത് ഉത്തരം എഴുതാം. 1. തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയത് എന്താണ്? തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയത് എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞപ്പോൾ തീ നൽകിയത് എന്താണ്? അതിൻ്റെ ഉത്തരം ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയത്. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയത്. രണ്ടാമത്തെ ചോദ്യം, അംബിയ, ഔലിയ, ശുഹദ എന്നിവർ മുഖേന അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് എന്താണ്? അതിൻ്റെ ഉത്തരം അംബിയ, ഔലിയ, ശുഹദ എന്നിവർ മുഖേന അള്ളാഹുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് പുണ്യവും പ്രവാചക മാതൃകയുമാണ്. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് പുണ്യവും പ്രവാചക മാതൃകയുമാണ്. 3. എനിക്ക് ആകെയുള്ള ഒരു മകനാണ് മരിച്ചു പോയത്. അവന് ജീവൻ തിരിച്ചു നൽകിയാലും. ഇത് ആരോട് പറഞ്ഞതാണ്? എനിക്ക് ആകെയുള്ള ഒരു മകനാണ് മരിച്ചു പോയത്, അവന് ജീവൻ തിരിച്ചു നൽകിയാലും. ആരോടാണ് പറഞ്ഞത്? അതിൻ്റെ ഉത്തരം ഒരു കിഴവിയായ സ്ത്രീ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതാണ്. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ഒരു കിഴവിയായ സ്ത്രീ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു. 4. സൂര്യൻ നമ്മോട് അടുത്തു സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ നാം എന്താകുമായിരുന്നു? സൂര്യൻ നമ്മോട് അടുത്തു സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ നാം എന്താകുമായിരുന്നു? അതിൻ്റെ ഉത്തരം ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നാം ഒക്കെ കത്തി ചാമ്പലാകുമായിരുന്നു. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നാം ഒക്കെ കത്തി ചാമ്പലാകുമായിരുന്നു. ഒന്നാമത്തെ പാഠത്തിൽ നിന്നാണ്. ക്രമത്തിലാക്കാം. ഇവിടെ ക്രമം തെറ്റിച്ച് തന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി നബിയിക മുഹമ്മദിൻ നബി റഹ്മത്തി ഫി ഹാജത്തി ഹാദിഹി ഫതഖ്ലിയലി വ അതവജ്ജഹു ഇലൈക യാ മുഹമ്മദു ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി അല്ലാഹുമ്മ ഷഫീഹു ഫിയ. ഇത് ഓർഡർ തെറ്റിച്ചാണ് തന്നിട്ടുള്ളത്. ഇത് ശരിയാക്കി എഴുതാനാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യന് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണിത്. ഈ ദുആ ക്രമത്തിലാക്കി എഴുതാണ് വേണ്ടത്. എങ്ങനെയാണ് എഴുതേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബി നബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മത്തി യാ മുഹമ്മദു ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫി ഹാജത്തി ഹാദിഹി ഫതഖ്ലിയലി അല്ലാഹുമ്മ ഷഫീഹു ഫിയ. ഈ ദുആ നന്നായി പഠിക്കുക, എന്നാൽ മാത്രമേ എഴുതാൻ കിട്ടുള്ളൂ. ഒരിക്കൽ കൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യിർ റഹ്മത്തി യാ മുഹമ്മദു ഇന്നി തവജ്ജഹതു ബിക ഇലാ റബ്ബി ഫി ഹാജത്തി ഹാദിഹി ഫതഖ്ലിയലി അല്ലാഹുമ്മ ഷഫീഹു ഫിയ. ഈ ചോദ്യപേപ്പർ
ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.